ബാലൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നറിയുന്ന സീത ബോധം കെട്ടു വീഴുന്നു. ആശുപത്രിയിലായ ബാലന്റെ നില അപകടകരമെന്ന് മയിൽ സുഭദ്രയോട് പറയുന്നു. കാട്ടിലെ മഴയെക്കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാനെത്തിയ രാഹുലൻ കുട്ടിമണിയെ കാണുന്നു. ആശുപത്രിയിലെത്തിക്കുന്ന കുട്ടിമണിക്ക് സ്വന്തം പേര് പോലും ഓർത്തെടുക്കാനാവുന്നില്ല. ബാലന്റെ ആത്മഹത്യാ ശ്രമത്തിൽ പൂക്കോടിക്കും പങ്കുണ്ടെന്ന് അയ്യപ്പൻകുട്ടി. ആശുപത്രിയിലെത്തുന്ന മനസ്സിനെ കുട്ടിമണി തിരിച്ചറിയുന്നില്ല. ഡോക്ടർ ലെസ്ലിയും ലൈലയും ഡ്യൂട്ടി ഡോക്ടറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും കുട്ടിമണിയെ മനസ്സിനൊപ്പം വിടാൻ ഡോക്ടർ തയ്യാറാകുന്നില്ല. പഴയ കഥകൾ മുഴുവൻ കേട്ടിട്ടും കുട്ടിമണിക്ക് ഓർമ്മശക്തി തിരിച്ചെടുക്കാനാവുന്നില്ല. ആശുപത്രിയിലെത്തുന്ന സഞ്ജു കുട്ടിമണിയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു. രാഹുലന്റെ ചികിത്സയിൽ കുട്ടിമണിക്ക് മാറ്റം. ചന്ദ്രുവിന്റെ ചതിക്ക് ജയസേനൻ പരിഹാരം കാണണമെന്ന് ജലജ. മതികരയെ ജാമ്യത്തിലിറക്കാൻ അഡ്വക്കേറ്റ് വീരമണി തയ്യാറാകുന്നു. കുഞ്ഞുമണിയെ സുഭദ്രയെ ഏൽപ്പിച്ച് മനസ്സജൻ സീതയുടെ വീട്ടിലെത്തുന്നു. ആശുപത്രിയിലെത്തുന്ന സീത കുഞ്ഞിനെ കാണാനായി തിരികെ വയലൂരും വീട്ടിലെത്തുന്നു. സീത വയലൂരും വീട്ടിൽ താമസിക്കുന്നതിൽ പൂക്കോടിക്ക് അതൃപ്തി. മതികരയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് CI അയ്യപ്പൻകുട്ടി. കുട്ടിമണിയെ മാറ്റിയെടുക്കാനാകുമെന്ന് മനസ്സജനെ ഡോക്ടർ ലൈല വിശ്വസിപ്പിക്കുന്നു. കുട്ടിമണിയിൽ അവകാശമുന്നയിച്ച് ബന്ധുക്കൾ വരുന്നുണ്ടെന്ന് ഡോക്ടർ മനസ്സജനെ അറിയിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് പോകുന്ന തനിക്ക് കൂട്ടായി രാഹുലൻ കൂടെ വരണമെന്ന് കുട്ടിമണി. തുടർന്ന് കാണുക. ഓക്കെ. കുട്ടിമണി എന്ന പേഷ്യന്റെ ഭർത്താവാ ഞാൻ. അവളുടെ ചികിത്സയ്ക്കായി കുറച്ച് പണം അടയ്ക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. കുട്ടിമണിയോ? ഏത്? ആ മെമ്മറി ലോസ് വന്ന കുട്ടി? അതെ, 3 ലക്ഷം രൂപ അടുപ്പിച്ച് ബില്ലായിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. പറഞ്ഞ തുക മുഴുവൻ സംഘടിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും ഇത് 1.5 ലക്ഷം രൂപയുണ്ട്, വാങ്ങണം. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പേഷ്യന്റിന്റെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എക്സസ് എമൗണ്ട് എവിടെ കിടക്കുന്നത്? ആരാ എന്റെ കുട്ടിന് വേണ്ടി അത്രയും കാശടച്ചത്? അതൊന്നും എനിക്കറിയില്ല. അക്കൗണ്ടിൽ നിന്ന് നെറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റത്തില്ല. ആരാണ് കാശടച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. മനസ്സിന് എന്താ അറിയണ്ടേന്ന് വെച്ചാ എന്നോട് ചോദിച്ചാൽ മതി. എന്താ അറിയേണ്ടത്? ഡോക്ടർ അല്ലേ എന്നോട് പറഞ്ഞത് കാശടയ്ക്കാൻ. ഇത് കണ്ടോ, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ കാശ് സംഘടിപ്പിച്ചതെന്നറിയോ? 1.5 ലക്ഷം രൂപയുണ്ട്, ബാക്കി ഉടനെ അടച്ചോളാം. ഇനി നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. അവരുടെ യഥാർത്ഥ ബന്ധുക്കൾ പണം അടിച്ചു ക്യാഷ് കൗണ്ടിലിരിക്കുന്ന ആള് പറഞ്ഞില്ലേ? ആ പണം സ്വീകരിക്കരുത് ഡോക്ടർ, അതിലെന്തോ ചതിയുണ്ട്. ഇത് സത്യമുള്ള കാശ. എന്റെ കണ്ണീരിന്റെ നനവുണ്ട് ഈ നോട്ടിൽ. വരുന്നത് ആരായാലും എന്നെയും നിങ്ങളെയും കുട്ടിമണിയെയും ചതിക്കാനാ അവരുടെ ശ്രമം. ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട് ഡോക്ടർ. താങ്കൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അവര് വരട്ടെ. പേഷ്യന്റ് അവരിൽ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്താലേ ഞങ്ങൾ കൂടെ പറഞ്ഞേക്കൂ. വേണ്ട ഡോക്ടറെ, എന്റെ കുട്ടുവിനെ വേറെ ആരെയും കാണിക്കണ്ട. അവൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാരെയും ഞാനിവിടെ കൊണ്ടുവന്നതാ. നിങ്ങളുടെ ഇത്ര സംസാരങ്ങൾ കാരണമാ എനിക്ക് നിങ്ങളെ സംശയം. അവര് വന്ന് കണ്ട നിങ്ങൾക്ക് എന്താ കുഴപ്പം? കണ്ടിട്ട് പോട്ടേന്ന് വെക്ക്. അങ്ങനെ പോട്ടേന്ന് വെക്കാൻ പറ്റില്ല ഡോക്ടറെ. അവളെ കാണുക പോലും ചെയ്യാതെ ഇത്രയും പണം എറിഞ്ഞവർ വരുന്നത് രണ്ടും കൽപ്പിച്ചായിരിക്കും. അവരവളെ എവിടുന്ന് കടത്തും. എന്റെ നെഞ്ചോട് ചേർത്ത് ഇത്രയും കാലം ഞാൻ അവളെ പൊന്നുപോലെ കാത്തത് കണ്ട കാക്കയ്ക്കും പൂച്ചയ്ക്കും എറിഞ്ഞു കൊടുക്കാനൊന്നും അല്ല. പിന്നെ ആരാ? ഞാനാണ് എന്റെ പേഷ്യന്റിനെ എറിഞ്ഞു കൊടുക്കുന്നത്. അതെ, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ചതിക്ക് കൂട്ടു നിൽക്കുക. അറിയാതാവില്ല, നിങ്ങളെ അവർ വിലക്കെടുത്ത് കാണും. പറ, എത്ര കിട്ടി നിങ്ങൾക്ക്? എന്റെ കുട്ടുവിന് നിങ്ങളിട്ട വില എനിക്ക് അറിഞ്ഞേ പറ്റൂ. അനാവശ്യം പറഞ്ഞ ഇനി ഞാൻ ക്ഷമിക്കില്ല. സൊസൈറ്റിയിൽ നിലയും വിലയുള്ള ഡോക്ടറാ ഞാൻ. അയ്യോ, നിങ്ങളുടെ ഒരു നിലയും വിലയും ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ കഴുകന്മാർക്ക് ഇട്ട് കൊടുക്കുന്ന നീയൊക്കെ പെൺവർഗത്തിന് തന്നെ അവമാനമാ. മൈൻഡ് യുവർ വേർഡ്സ്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി വിളിക്ക്. ആരെയാന്ന് വെച്ചാ വിളിക്ക്, എനിക്ക് യാതൊരു പേടിയുമില്ല. എന്താ മേഡം? ഇയാളെ പിടിച്ച് പുറത്താക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ നേരമായി ബഹളം തുടങ്ങിയിട്ട്. ചവിട്ടി പുറത്താക്കുക വേണ്ടത്. മാനേജർ ഇൻഫോം ചെയ്യും. ശരി മാഡം. ഹലോ, ഞാൻ മെഡിക്കൽ മിഷനിലെ ഡോക്ടർ. ഇൻഫർമേഷൻ കിട്ടിയിരുന്നു, ഞങ്ങളെത്തി. ഇൻഫർമേഷൻ കിട്ടിയിരുന്നു? എങ്ങനെ? നിർത്തടാ.
നിർത്താൻ പറഞ്ഞാ നീ കേക്കൂലല്ലടാ. എന്നെ വിട് സാറേ. എന്റെ കുട്ടൂനെ അവര് വിൽക്കാൻ നോക്കുക. എന്നെ വിട് സാറേ. സർ, ഇയാൾക്ക് ഭ്രാന്ത. എത്ര നേരമായി ശല്യം തുടങ്ങിയിട്ടെന്നറിയാവോ? കൊല്ലി ഞാനിവിടെ. നീ കൊല്ലല്ലടാ. കൊല്ലണോ അല്ലടാ. ഇവനെ തൂക്കി വണ്ടി കയറ്റേ. സാറേ, ഞാൻ വരില്ല. എന്നെ വിട്. എന്റെ കുട്ടൂനെ വിട്ടിട്ട് ഞാൻ വരത്തില്ല. ഇയാൾക്ക് എന്താ കുഴപ്പം? എനിക്കെന്റെ കുട്ടൂനെ കാണണം. ചവിട്ടി കൂട്ടണോ അവനെ. പറഞ്ഞാ കേക്കില്ല നീ. ഒന്ന് നിർത്താൻ പറ ഡോക്ടറെ. അതെ, എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യജീവിയല്ലേ. മതി, നിർത്ത്. എഴുന്നേപ്പിച്ച് നിർത്തണോ. എന്താ ആ ആശുപത്രിയിൽ അതിക്രമിച്ച് കടന്നതിനും സ്റ്റാഫിനെ ആക്രമിച്ചതിനും വസ്തുവകകൾ നശിപ്പിച്ചതിനും പുറമെ നിന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടാവും. കൃത്യനിർവഹണത്തിനെത്തിയ പോലീസുകാരെ തല്ലിയതിന് കുറെ കാലം അഴിയെണ്ണം. പൂന്നാര മോനെ, എല്ലാത്തിനും കൂട്ടിച്ചേർത്ത് എന്നെ അങ്ങ് തല്ലി കൊന്നേക്ക് സാറുമാരെ. ജീവിക്കാനുള്ള ആശ പോയവനാ ഞാൻ. അതുകൊണ്ട് മരിക്കാൻ എനിക്ക് പേടിയില്ല. എന്നാലും എന്റെ കുട്ടൂനെ ആർക്കും വിൽക്കല്ലേ ഡോക്ടറെ. കൊണ്ടുപോടവനെ. സാറേ, എന്റെ കുട്ടൂനെ എനിക്ക് സാറേ, പ്ലീസ് സാറേ. ഇല്ല, വിട് സാറേ. എന്നെ വിടാൻ. സാറേ, വിടൂ. വിട്ടു. ഇല്ല, ഞാൻ വരില്ല. വിടാൻ. വിട് സാറേ. വിടാൻ. വിടും. എത്ര കൊണ്ടാലും നീ പഠിക്കില്ലല്ലടാ. ഇനി തല്ലരുത്. എനിക്ക് ഇയാളെ ജീവനോടെ വേണം. ഒക്കെ നിന്റെ കളിയായിരുന്നു അല്ലേ? അതെ, ഞാൻ എഴുതിയ തിരക്കഥയിൽ സ്വയം അറിയാതെ ഒരു കഥാപാത്രം ആവുകയായിരുന്നു നീ. ഇന്നലെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നിന്റെ അയ്യപ്പൻകുട്ടി കുറെ ശരണം വിളിച്ചു. ഒന്നും നടന്നില്ല. കാരണം ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഒടേ തമ്പുരാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു. ഒരുപാട് നന്മയുള്ളവനാ നീ. ശരികൾ മാത്രം ചെയ്യുന്നവൻ. ആകപ്പാടെ ഒരു തെറ്റേ നീ ചെയ്തിട്ടുള്ളൂ. നീ ഈ മതികലെ കൈവിട്ടു. മതികലയെ കൈവിട്ട ഭൂമി കൈവിട്ടതുപോലെയാ. ഇത്രയും നേരം എന്റെ കുട്ടൂനെ രക്ഷിക്കാനായി കെഞ്ചി കേഴുകയായിരുന്നു ഞാൻ. ഇനിയില്ല. ഈ നാടകത്തിന് പിന്നിൽ നീയാണെന്ന് അറിഞ്ഞോടെ എന്റെ കുട്ടൂന് രക്ഷയില്ലെന്ന് എനിക്ക് ഉറപ്പായി. കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കൊന്നോ. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവളോടൊന്ന് പറഞ്ഞേക്കണം, പിറകെ ഈ മനസ്സിന് വരുന്നുണ്ടത്. നിന്റെ ഈ പെർഫോമൻസ് കാണുമ്പോഴുണ്ടല്ലോ, എന്റെ മനസ്സിൽ തിര തല്ലുന്ന ആഹ്ലാദം എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ മനസ്സിൽ നിന്റെ ഈ ചിത്രം ചില്ലിട്ട് വെക്കും ഞാൻ. നമുക്ക് പോവാ സാർമാരെ. ആ, പോകുന്നതിന് മുമ്പ് നീ ഒന്നുകൂടി കേട്ടോ. ഞാൻ നിന്റെ കുട്ടുവിനെ കൊല്ലില്ല. ഇതെന്റെ പുതിയ അവതാരമാണ്. ഈ രണ്ടാം ജന്മത്തിൽ സംഹാരം അവതാര ഉദ്ദേശമല്ല. ശത്രുക്കളെ സ്നേഹിച്ച് കൂടെ നിർത്തി പരിപാലിക്കാനാണ് ഭാവം. നീ ഒഴികെയുള്ള ശത്രുക്കളെ. ആ, ഇനിപ്പോ എങ്ങനെയും പിടിച്ചു നിൽക്കണം. ജയിലിൽ നിന്നിറങ്ങുമ്പോ നിനക്ക് ഞാൻ പുതിയൊരു ലോകം കാണിച്ചു തരും. സൃഷ്ടിയും സ്ഥിതിയുമായി ഈ മതികല ഭരിക്കുന്ന ലോകം. നടക്കടാ. നടക്ക്.
വാ വാ. ആ. എന്നാ പിന്നെ നമ്മൾ ഇനി ഒട്ടും സമയം കളയണ്ട. ഓക്കേ. വന്നോളൂ. ഓക്കേ. ശരി. ദേ, ആ. ഇവിടെ മുതൽ അങ്ങോട്ട് നമ്മൾ ശോകഭാവം അഭിനയിച്ചു തുടങ്ങുക. തീരെ വശമില്ലാത്തതാ, എന്നാലും ട്രൈ ചെയ്തേ പറ്റൂ. കേട്ടല്ലോ. നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ചേട്ടാ, അതെ ഈ ഡോക്ടർ ശോഭ. ആ വരൂ. ആ വന്നോളൂ വന്നോളൂ. ഇതൊക്കെ വെറും തോന്നല. ആ മനസ്സിന് തട്ടിപ്പുകാരനാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അവൻ എന്തൊക്കെയാ എന്നെ പറഞ്ഞെന്ന് തനിക്കറിയില്ലല്ലോ. ഇതാ ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. ഹായ് ഡോക്ടർ, ഞാൻ അനിത മേനോൻ, കൊച്ചിന്ന്. വിളിച്ചത് ഞാനാ. ഞങ്ങളുടെ ഗംഗ എവിടെ ഡോക്ടർ? ഗംഗയോ? ആ കുട്ടിമണി എന്ന് വിളിക്കുന്ന പേഷ്യന്റ് എവരുടെ സിസ്റ്ററിലോ ഗംഗയാണെന്ന് എവര് പറയുന്നത്. അതെ അതെ, ഫോട്ടോ കണ്ടിട്ട് അത് ഞങ്ങളുടെ ഗംഗ തന്നെയാ ഡോക്ടർ. എനിക്ക് അവളെ കാണാത്തെടുക്കുവേ. എവിടെ അവള്? ഇവരൊക്കെ ആരാ? അയ്യോ സോറി, ഞാൻ എന്റെ വിഷമം കാരണം ഇവരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ അമ്മ പത്മജ മേനോൻ. നമസ്കാരം ഡോക്ടർ. ഇതെന്റെ ബ്രദർ അരവിന്ദ് മേനോൻ. ഏട്ടന്റെ ഭാര്യ ഗംഗ. കരയില്ലേട്ടാ. മോനെ കരയില്ലേടാ. അവളെ കാണാതായതിനു ശേഷം എന്റെ ഏട്ടന്റെ കണ്ണീര് തോർന്നിട്ടില്ല ഡോക്ടറെ. എന്റെ ഗംഗ ആരെയും തിരിച്ചറിയുന്നില്ല എന്നല്ലേ ഇവര് പറയുന്നത്. മുന്നിൽ ചെല്ലുമ്പോ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്കത് സഹിക്കാനാവില്ല. അനി, നീ ആദ്യം അവളെ കാണും. ഞാനോ? ഈശ്വര, എന്റെ ഗംഗയെ തിരിച്ചറിയാൻ കരയാതെ. ഞാൻ ആദ്യം വരാം ഡോക്ടർ. വരൂ വരൂ കാർത്തിക. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ആ നമുക്ക് റെഡിയായിരിക്കാം. ഞാൻ ആ സാധനങ്ങൾ എടുത്തു വരാം. ശരി വാ. അങ്ങനെ അയാളെ പോലീസുകാര് തൂക്കിയെടുത്തോണ്ടങ്ങ് പോയി. പാവം, ഒരുപാട് കരഞ്ഞു കുട്ടിമണി. പാവോ, അയാൾക്ക് അങ്ങനെ തന്നെ വേണം. കുട്ടിമണിയെ പിടിച്ചോണ്ട് പോകാനല്ലേ അയാൾ വന്നേ. അയാൾക്ക് അങ്ങനെ തന്നെ വേണം. ഗംഗേ, ഒന്ന് മാറിയില്ല അങ്ങോട്ട്. അയ്യോ ഗംഗേ, അയ്യോ എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ. അയ്യോ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു ഞങ്ങളെയൊക്കെ വിട്ടിട്ട് നീ എങ്ങോട്ടാ മോളെ പോയത്? ആ അതെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഇനിയും ഒരുപാടുണ്ട് ഗംഗ. നീ ഇല്ലാത്ത ഓരോ ദിവസവും നിനക്ക് വേണ്ടി ഞങ്ങൾ ഓരോ ചോക്ലേറ്റ് വാങ്ങുമായിരുന്നു. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇത് മുഴുവനാ? ആ കഴിച്ചോ. പാവാ. കീരിപ്പോയി. കഴിച്ചോ കഴിച്ചോ. മുത്ത്. അതെ, ഞാൻ മാത്രമല്ല, നിന്റെ കുട്ടേട്ടനും ഉണ്ട് കൂടെ. പുറത്ത് നിക്കുവാ. അരവിന്ദേട്ടനെ ഇവള് കുട്ടേട്ടാന്നാ വിളിക്കുന്നത്. ഏട്ടാ, ദേ ആരൊക്കെ വന്നിരിക്കുന്ന നോക്കിയേ. ഗംഗക്കുട്ടി, ആരാ? അരവിന്ദേട്ടാ, ഇത് കണ്ടില്ലേ? എനിക്കിത് കാണേണ്ടി വന്നല്ലോ അമ്മേ. എന്റെ ഗംഗ. സമാധാനിക്കും മോനെ, നമ്മുടെ കുട്ടിക്ക് ആപത്തൊന്നും വന്നില്ലല്ലോ. ഇത് പിന്നെ എന്താ അമ്മേ, ആപത്ത് തന്നെയല്ലേ? കരയണ്ട കേട്ടോ. ഈശ്വര, ദേ ഇവളെ ആശ്വസിപ്പിച്ചത് കേട്ടോ. എന്തൊക്കെയോ ഓർമ്മകൾ ഉള്ളിലുണ്ട്. അരവിന്ദേട്ട സന്തോഷായില്ലേ? ഗംഗയ്ക്കൊരു സമ്മാനം കൊടുത്തേ. കൊടുക്കും മോനെ. ഗംഗക്കുട്ടി, ദാ കുട്ടേട്ടന്റെ വക ഒരു സമ്മാനം. പിന്നെ മുട്ടായ. ദാ. അമ്മ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇവളുടെ ഡ്രസ്സൊക്കെ അങ്ങോട്ട് കൊടുക്ക്. ഈ തന്നെ. ആ ദേ ഇത് കണ്ടോ ഗംഗക്കുട്ടി? ഇതെല്ലാം ഗംഗക്കുട്ടിക്കുള്ളതാ.
എടുത്തോ എടുത്തോ. ആ, പിന്നെ ദേ ഈ മാല കണ്ടോ? എന്ത് ഭംഗിയാ. എല്ലാം ഗംഗക്കുട്ടിയുടേതാ. വെച്ചു നോക്കി. ആഹാ, ഇത് വേറെ സാധനം കൂടെ ഉണ്ട്. ദാ കണ്ടോ? ഓ ആ സാരി ഇഷ്ടപ്പെട്ടോ ഗംഗക്കുട്ടിക്ക്? കണ്ടോ? ഇട്ടോ ഇട്ടോ. എല്ലാം ഇട്ടോ. കുട്ടിപ്പണിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. കുട്ടിമണിയല്ല, ഗംഗ. സോറി, വിളിച്ച് ശീലിച്ചതുകൊണ്ടാ. അയ്യോ അങ്ങനെയല്ല, ഇത് താഴോട്ട് ശരിയാക്കി തരാവേ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ. കാർത്തിക ഒന്ന് പുറത്തു വരൂ. ഇനി മതി, ഇനി നമുക്ക് കഴിച്ചു വെക്കാം. എന്നാ പിന്നെ കഴിച്ചേക്കാം. അത് തന്നെ. അതൊക്കെ കാർത്തികയ്ക്ക് എന്തു തോന്നുന്നു? ഇവർ തന്നെ ആവില്ലേ അവളുടെ യഥാർത്ഥ ബന്ധുക്കൾ? അതിപ്പോ പറയാൻ പറ്റില്ല ഡോക്ടർ. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൈ? അവൾ അവരോട് എത്ര പെട്ടെന്ന് ഇണങ്ങിയത്? പെട്ടെന്ന് ഇണങ്ങിയോണ്ട് അവര് റിലേറ്റീവ്സ് ആകണമെന്നുണ്ടോ ഡോക്ടർ? ജസ്റ്റ് തിങ്ക്, നമ്മൾ രാഹുലിനെ ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തിയില്ലേ? അവനും അതിവേഗം അവളെ കയ്യിലെടുത്തു. രാഹുലിന്റെ ചില ചേഷ്ടകളാ കുട്ടിമണിയെ ആകർഷിച്ചത്. ഇവര് സ്നേഹവും സൗമ്യതയുമുള്ള പെരുമാറ്റം കൊണ്ടാ കുട്ടിമണിയെ വശത്താക്കിയത്. നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ഇത്ര പെട്ടെന്ന് അവൾ ഇവരോട് ഇണങ്ങിയ സ്ഥിതിക്ക് ആ മനസ്സജനും ബന്ധുക്കളും വന്നപ്പോ പേടിയായിരുന്നു അവൾക്ക്. അകറ്റി നിർത്താനാ അന്ന് അവൾ ശ്രമിച്ചത്. ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. അന്നത്തെ കുട്ടിമണിയല്ല ഇന്നത്തെ കുട്ടിമണി ഡോക്ടർ, അത് മറക്കരുത്. എന്റെ മനഃശാസ്ത്രപരമായ സമീപനം കൊണ്ടും രാഹുലിന്റെ പെരുമാറ്റം കൊണ്ടും അവൾ ഒരുപാട് മാറി. മനസ്സജനും കൂട്ടരും അവകാശം ഉന്നയിച്ചു വന്നപ്പോ 2-3 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരുന്നു അവക്ക്. ആ പ്രായത്തിൽ അവൾ പുതിയതായ ആരെ കണ്ടാലും ഒന്ന് പേടിക്കും. ശരിയല്ലേ? ശരിയാണ്. എന്നാൽ ഇന്ന് 5 വയസ്സും 7 വയസ്സും കടന്ന് ഒരു 10 വയസ്സുകാരിയുടെ മനസ്സുമായാ അവൾ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പേടിയല്ല മനസ്സിലുണ്ടാവുക, എന്തിനോടുമുള്ള ഒരു കൗതുകവും താല്പര്യമുള്ളതിനോടുള്ള ആകർഷണവും ഒക്കെയാ. അതാ നമ്മളിപ്പോ കണ്ടത്. പിന്നെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ റിലേറ്റീവ്സ്, അവരിൽ എന്തോ ഒരു കള്ളത്തരവില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കള്ളത്തരോ? വെറും സംശയമായിരിക്കും. എന്നാലും വേറൊരു തരത്തിൽ മനഃശാസ്ത്രപരമായ സമീപനം തന്നെയാ അവര് സ്വീകരിച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നുള്ള സ്നേഹപ്രകടനം കുട്ടിമണിയിലെ ബാലികയെ ഉണർത്തി. പിന്നെ സാരി സ്വർണമൊക്കെ കാണിച്ച് അവരവളിലെ പെണ്ണിനെ ഉണർത്തി. ആ മനസ്സജൻ പറഞ്ഞതുപോലെ ഇതൊരു ചതിയാണോ എന്ന് തീർത്ത് പറയാനും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാ ഡോക്ടർ ചോദിച്ചപ്പോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ തുടരാന്ന് പറഞ്ഞ് അവളിവിടെ പിടിച്ചു നിർത്താം. അവരും കൂടെ നിന്നോട്ടെ. ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ. തീരുമാനം അവരുടേതായിരിക്കും. അല്ലെങ്കിൽ അടച്ച പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് ഡോക്ടർ ഒരു തീരുമാനം എടുക്കണ്ട. നമുക്ക് കുട്ടിമണിയുടെ റൂമിലേക്ക് തിരിച്ചു പോകാം. ഞാൻ പറഞ്ഞ ആംഗിളിൽ ഡോക്ടർ അവരെ വാച്ച് ചെയ്ത് നോക്ക്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി. കാർത്തിക വരൂ. നമ്മുടെ വീട്ടിലെ പോലെ തന്നെയാ ഗംഗ ഇപ്പൊ, അല്ലേ? അതെ. ഏട്ടൻ എന്ത് പറഞ്ഞാലും ചിരിക്കും. ഇനി ഏട്ടന്റെ മാസ്റ്റർ പീസ് ഒന്ന് കാണിച്ചേ. അതോടെ ഗംഗ എണീറ്റ് ഏട്ടനെ കെട്ടിപ്പിടിക്കും. അല്ലേലും ഇവക്കിപ്പോ ഓർമ്മക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ, നമ്മുടെ പഴയ ഗംഗ തന്നെയാ. ഞാനും കാർത്തിക മാഡവും ചേർന്ന കുട്ടിമണിയെ. ഗംഗ. സോറി, ഗംഗ ഇങ്ങനെ മാറ്റിയെടുത്തത്. ആരും മിണ്ടരുത്. ഗംഗ, ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ പോവുക. എല്ലാരും ഈ ഗംഗ ഗംഗ എന്ന് പറയുന്നുണ്ടല്ലോ, അതാരാ? ഗംഗ ആരാണെന്നൊക്കെ ഇപ്പൊ മനസ്സിലാവും. കുട്ടേട്ടാ ഇങ്ങോട്ടിരുന്ന്. പിന്നെ ആ ഗംഗക്കുട്ടി, കുട്ടേട്ട ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. കുട്ടേട്ടന്റെ കയ്യിൽ 2 പന്തുണ്ട്.
ഈ പന്തിന്റെ നിറം എന്താ? മഞ്ഞ. മഞ്ഞ. മഞ്ഞെങ്കിൽ മഞ്ഞ. കുട്ടേട്ടന്റെ കയ്യില് 2 പന്തുണ്ട്. ഇത് കുട്ടേട്ടൻ താഴെ വെക്കാൻ പോകും. അച്ഛോ, ഞാൻ ഒന്നും പറയില്ല. ഇനി ഒരു കൈ എടുത്ത് ഇങ്ങനെ വെച്ചേ. ഓക്കെ. അപ്പോ ഇനി ഒരു പന്തെടുത്ത് കുട്ടേട്ടന്റെ കയ്യിൽ വെച്ചു. ഒരു പന്തെടുത്ത് തുറക്കല്. അപ്പൊ കുട്ടേട്ടന്റെ കയ്യിൽ എത്ര പന്തുണ്ട്? 4. 4 4. അപ്പൊ മോളുടെ കയ്യിൽ എത്ര പന്തുണ്ട്? 16. 16. 16 16. അപ്പൊ മോളെ നോക്കിയോ. 1 2 3. തുറന്നു നോക്കിയേ. ഈ കുട്ടേട്ടന്റെ പന്ത് എന്റെ ഒന്നുമില്ല. എല്ലാം പോയില്ലേ. കലക്കി കുട്ടേട്ടാ, കലക്കി. അയ്യോ, സൂപ്പർ. സൂപ്പർ. ഇനി എന്താ ഇങ്ങനെ? അവരെ വാച്ച് ചെയ്തിട്ട് ഡോക്ടർക്ക് എന്തു തോന്നുന്നു? കാർത്തിക പറഞ്ഞ നേര, സംതിങ് റോങ്. അവരുടെ പെർഫോമൻസിൽ മാജിക്കും ഡ്രാമയും ഒക്കെ ഉണ്ട്. ശരിക്കും ഇംപ്രസ് ചെയ്യാനുള്ളൊരു ശ്രമം. പക്ഷേ എനിക്കങ്ങനെ തീർത്തു പറയാൻ കഴിയുന്നില്ല ഡോക്ടർ. ചിലപ്പോ ഇവര് പറയുന്നത് സത്യമായിരിക്കും. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് ഇവിടെ തുടരാൻ പറ്റുമെന്ന് അവരോട് പറഞ്ഞു നോക്കൂ. അവര് സമ്മതിച്ച പാരലായിട്ട് നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം. അവരന്വേഷിക്കട്ടെ ഇപ്പൊ വന്നിരിക്കുന്നവരുടെ കൂടുതൽ ഡീറ്റെയിൽസ്. ദാറ്റ്സ് റൈറ്റ്. ഉടനെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിച്ചാലും പോലീസിനെ അറിയിക്കാൻ തന്നെ എന്റെ തീരുമാനം. എന്തോ എനിക്കിപ്പോ തോന്നുന്നത് ആ മനസ്സിജം പറഞ്ഞതാ സത്യമെന്നാ. ഇവരെ പോലെ പോളിഷ്ഡായ വികാരപ്രകടനമല്ലായിരുന്നു അയാളുടേത്. അതൊക്കെ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടായിരുന്നു ഡോക്ടർ. അതാ അയാൾ അത്ര പെട്ടെന്ന് ഇമോഷണലായത്. അയാളോട് ചെയ്തത് ക്രൂരതയായോ ഡോക്ടർ? നമുക്കുടനെ തന്നെ പോലീസിനെ വിളിക്കാം. അവര് വരട്ടെ. മനസ്സിജൻ കസ്റ്റഡിയിലുണ്ടല്ലോ. യഥാർത്ഥ അവകാശം ആരാന്ന് പോലീസ് തീരുമാനിക്കട്ടെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഗംഗയുടെ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ തുടരാമെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത്രയും ദിവസം നിങ്ങളല്ലേ അവളെ നോക്കിയത്. ട്രീറ്റ്മെന്റ് തീരുന്നതുവരെ അവൾ ഇവിടെ സുരക്ഷിതയായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വൈകുന്നേരത്തോടെ ഞങ്ങളങ്ങ് തിരിച്ചു പോകും. പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയില അവളെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതുകൊണ്ട് പോകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഏട്ടന്റെ വിസിറ്റിംഗ് കാർഡ് തരാം. പോലീസിനെ കൊണ്ടോ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികളെ കൊണ്ടോ അന്വേഷിപ്പിച്ചോളൂ. നിയമപരമായി തന്നെ ഞങ്ങളുടെ ഗംഗയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാ മതി. പക്ഷെ തിരിച്ചു തരുന്നത് ഞങ്ങളുടെ പഴയ ഗംഗയെ തന്നെ ആയിരിക്കണം. പറ്റില്ലേ ഡോക്ടർ? ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. അതെ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എത്ര തീ തിന്നെന്നറിയോ. ഇനിയെങ്കിലും പരീക്ഷിക്കാതിരുന്നാ മതിയായിരുന്നു. ഞാൻ പോയി വിസിറ്റിംഗ് കാർഡ് വാങ്ങിച്ചോണ്ട് വരാം. ധൃതി വെക്കണ്ട. സാവകാശം പോകുന്നതിന് മുമ്പ് തന്നാ മതി. ശരി മാഡം. വിസിറ്റിംഗ് കാർഡൊക്കെ തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വിശ്വസിക്കാവുന്ന കൂട്ടരായിരിക്കും. എന്നാലും ആ കാർഡ് നമുക്ക് പോലീസിന് കൊടുക്കാം. അവളെ ഉടനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അന്വേഷിക്കാൻ നമുക്ക് സമയം കിട്ടുമല്ലോ. യെസ്, അതാ നല്ലത്. എന്തായി മതി? നിന്റെ പുതിയ സ്ക്രിപ്റ്റിൽ എനിക്ക് വേഷമുണ്ടോ? വേഷം വേണ്ടി വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്.
എല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോ ഒരു ചെറിയ ട്വിസ്റ്റ് സ്ക്രിപ്റ്റിൽ വേണ്ടി വന്നു. തൽക്കാലത്തേക്ക് ഞാൻ ഇത്തിരി ബാക്ക് അടിച്ച് നിൽക്കുക. നീ ബാക്ക് അടിച്ചെന്നോ? ഞാൻ വിശ്വസിക്കില്ല മതി. എടാ, പുലി പതുങ്ങുന്നത് എന്തിനാ? കൂടുതൽ കരുത്തോടെ ഇരയുടെ മേൽ ചാടി വീഴാനായിട്ട്. അത് തന്നെയാണല്ലോ ഈ മതികലയുടെയും ശീലം. അപ്പോ ഇനി ഞാൻ ഇറങ്ങണല്ലേ? നീ നേരത്തെ തന്നെ ഇറങ്ങിയതാണല്ലോ. ഞാൻ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലേ? പിന്നെ 1/2 മണിക്കൂറായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഇതിനകം ആ സാധനം 3 ഐസ്ക്രീം അകത്തായി കഴിഞ്ഞു. 3 അല്ല, 30 എണ്ണം കരുതിക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ മതി. നീ പറയുന്നത് വരെ ഇനി ഞാൻ ഓടാൻ പോവുക, ഒരു ഡിഫറെന്റ് റോളിൽ. ശരി. ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ് ഗോ. മോളെ, ഓട്ടോ അങ്കിള് വണ്ടി വിട്ടോട്ടെ? ഐസ്ക്രീം ഇപ്പൊ തീരും. സാരമില്ല മോളെ, അടുത്ത കടയിൽ നിന്നേ നമുക്ക് ഒരെണ്ണം കൂടി മേടിക്കാം. പോവാം. ആ ഓക്കെ. മോളു, ഹലോ ഡോക്ടറെ, ഞാൻ ഡോക്ടറെ മകളുടെ പുതിയ ഓട്ടോക്കാരനാണ്. ഡോക്ടറെ, മോൾ എവിടെ കൊണ്ടുവിടണ്ടേ? ഓട്ടോക്കാരനോ? തനിക്കെന്റെ വീടറിയില്ലേ? വീടൊക്കെ അറിയാം, പക്ഷേ വീട്ടിൽ തന്നെ വിടണം വേണ്ടയൊന്ന് ഡോക്ടർ തന്നെ തീരുമാനിക്കണം. What do you mean? എന്റെ ഡോക്ടറെ, കൊച്ചിപ്പോ ഇഷ്ടം പോലെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ ഓട്ടോയിലിങ്ങനെ നാട് ചുറ്റുക. എന്റെ ഒരു ആവശ്യം നടത്തി തന്നാലേ കൊച്ചിന്ന് വീട്ടിലെത്തും. അല്ലെങ്കിലേ ശവം വല്ല കാട്ടിലും വീഴും. നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞിന്റെ ശബ്ദം കേൾക്കണോ? ഒരു മിനിറ്റ്. മോളെ, മമ്മിയാ മോളുടെ. വല്ലതും പറയാനാണെങ്കിൽ പറഞ്ഞോ. അങ്കിളേ, സ്പീക്കർ ഫോൺ ഇട്ടിരിക്ക. ആ, ഹായ് മമ്മി. മോളെ, പുതിയ ഓട്ടോ അങ്കിളിനെ എന്നെ വലിയ ഇഷ്ടാ. മോളെ, ഒത്തിരി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തന്നു. താ മോളെ. മോളെ, കേട്ടല്ലോ, ഇപ്പൊ ഓട്ടോ അങ്കിള് വളരെ നല്ലവനാ. ഇനി രാക്ഷസനാവും. അത് വേണോ? നോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പൊട്ടി പെണ്ണില്ലെവിടെ? ഗംഗ. അവളെ അന്വേഷിച്ച് കൊച്ചി നിന്ന ടീമിന്റെ കൂടെ അവളെ പറഞ്ഞു വിടണം. പറ്റില്ല. ഡോക്ടറെ, അവളെ വിട്ടില്ലെങ്കിൽ ഈ കൊച്ചിന്ന് വീട്ടിലെത്തില്ല. അയ്യോ. ഡയലോഗ് അടി കഴിഞ്ഞു. ഇനി ആക്ഷൻ. 10 മിനിറ്റ് കൂടി ഓട്ടോ റോഡിലൂടെ ഓടും. അത് കഴിഞ്ഞ കാട് കയറും. ചിലപ്പോ ഫോണിന് റേഞ്ച് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് 10 മിനിറ്റിനകം ആ പെണ്ണിനെ വിടാമെന്നുള്ള ഇൻഫർമേഷൻ അനിതയ്ക്ക് പാസ് ചെയ്തേക്കണം. അവര് കുറഞ്ഞത് 25 കിലോമീറ്ററെങ്കിലും ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് വീട്ടിലെത്തും. അപ്പോ ബൈ. ഹലോ ഹലോ. മോളെ, പോ. ആ, ഹലോ അനിത. ഹായ് ഡോക്ടർ. ഹാ, ഞാൻ ഡോക്ടറല്ല, ഇവിടുത്തെ കൗൺസിലറാ. ഓ, ഐ എം സോറി. ഞാൻ കരുതിയത് ഡോക്ടേഴ്സ് തന്നെയാ കൗൺസിലിംഗ് ചെയ്യുന്നതെന്ന്. പലർക്കും ഉണ്ട് അത്തരം ധാരണ. ഓ യെസ് യെസ്, ഐ നോ.
പേര് കാർത്തിക നായർ. ഓ, ഡിസ്ചാർജ് ചെയ്യുന്ന വിവരം കാർത്തിക അറിഞ്ഞ് ശരിയാവില്ല. കൊച്ചിയിൽ എവിടെ നിങ്ങൾ താമസിക്കുന്നേ? ആ, അത് മട്ടാഞ്ചേരിയില്ല, ജ്യൂ സ്ട്രീറ്റ്. ഡോക്ടർക്ക് അല്ല സോറി, മാഡത്തിന് പരിചയക്കാർ വല്ലതും ഉണ്ടോ അവിടെ? ഉണ്ട്. ആന്റിക് പീസ് വിൽക്കുന്ന റൊസാരിയോ അങ്കിളിനെ അറിയില്ലേ? അങ്കിള് ജൂ സ്ട്രീറ്റിന് പിന്നിലുള്ള സ്റ്റാച്യു ലൈനിലാ താമസിക്കുന്നത്. 7 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റാച്യു ലൈൻ അറിയാം, പക്ഷേ ഈ റൊസാരി അങ്ങോട്ട് മനസ്സിലായില്ല. അയ്യോ, അങ്കിളിനെ കണ്ട ആരും മറക്കില്ല. എന്റെ അച്ഛന്റെ വലിയ ഫ്രണ്ടാ. ഒരിക്കൽ കണ്ട ആരും മറക്കാത്ത രൂപമാണ്. പിന്നെ റൊസാരിയങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാനായി എപ്പോഴും മിഠായികൾ കയ്യിൽ കാണും. നടന്നു പോകുന്ന വഴി അതിങ്ങനെ സപ്ലൈ ചെയ്തോണ്ടേയിരിക്കും. ഓ, ആ റോസങ്കിൾ. ഇപ്പഴാ മനസ്സിലായേ. റോസാരി ഒന്ന് പറഞ്ഞോണ്ടാ എനിക്ക് മനസ്സിലാവാത്ത. ഓ, ഞാനൊക്കെ റോസങ്കളുടെ കയ്യിൽ നിന്ന് എന്തുമാത്രം മിഠായി കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവിടെയൊക്കെ അത്ര ഫേമസ് അല്ലേ അങ്കിള്? അതെ, എല്ലാവർക്കും അറിയാം. ആ പിന്നെ കാർത്തിക, നിന്നെ സൂപ്രണ്ട് വിളിക്കുന്നു. ചെല്ല്. ഞങ്ങള് ചില വലിയ വലിയ കാര്യങ്ങള് ഡിസ്കസ് ചെയ്യായിരുന്നു ഡോക്ടറെ. പിന്നെ ഞാൻ ഗതകാല സ്മരണയിൽ അങ്ങ് മുഴുകിപ്പോയി. ചെല്ല് കാർത്തിക, അവിടെ എന്തോ എമർജൻസിയാ. ഗംഗയെ ഞാൻ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ഓ, ഇപ്പൊ ഡിസ്ചാർജ് ഒന്നും ചെയ്യണ്ട ഡോക്ടറെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. അല്ല, ഉടനെ ചെയ്യാം. ഓ വേണ്ടെന്നേ, ഞാൻ ഈ വിസിറ്റിംഗ് കാർഡൊക്കെ തന്ന് നിങ്ങൾ അന്വേഷണമൊക്കെ നടത്തി പതുക്കെ മതി. പ്ലീസ്. അയാൾ എന്നോട് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞു. കഴിഞ്ഞോ? ആ, എങ്കിൽ പിന്നെ അയാൾ കാട് കയറി കാണും. അയ്യോ, പ്ലീസ് ഒന്ന് വിളിക്ക്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ശരി, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഞങ്ങള് ഗംഗയുമായി, ഓ സോറി, കുട്ടിമണിയുമായിട്ട് പോകുന്നത് വരാം. എന്റെ കുട്ടൂനെ അവര് വിൽക്കാൻ നോക്കുക. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ ചതിക്ക് കൂട്ടു നിൽക്കുക. പറ, എത്ര കിട്ടി നിങ്ങൾക്ക്? എന്റെ കുട്ടുവിന് നിങ്ങളിട്ട വില എനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി, വെച്ചോ. ആ, ഇപ്പോ നിങ്ങളുടെ കുട്ടി സേഫാ. അരമണിക്കൂറിനകം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ സേഫ്റ്റി കുറയും. കാരണം നിങ്ങളുടെ കൗൺസിലർ എനിക്കിട്ടൊരു പണി തന്നോന്നൊരു സംശയമുണ്ട്. ആർക്കും സംശയം ഉണ്ടാവാത്ത വിധത്തിൽ വേഗം പോയി ഡിസ്ചാർജിനുള്ള ഏർപ്പാട് ചെയ്യും. ചെയ്യില്ലേ? ചെയ്യാം. ആ, എന്നാ പോ, ചെല്ല്. ഇവളിതെന്താ വിളിക്കാത്തെ? പറഞ്ഞ പോലെ മുകളിലെ എല്ലാ റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. ആരാ വരുന്നത്? അത് വരുമ്പോ അറിഞ്ഞാ മതി. നീ പറഞ്ഞ ജോലി ചെയ്തെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു. എന്നാലും വരുന്നവർക്ക് ആഹാരം വെക്കണ്ടേ? കുറഞ്ഞത് വരുന്നത് എത്ര പേരാന്നെങ്കിലും അറിയണ്ടേ? സമയമാവുമ്പോ ഡൈനിങ് റൂമിൽ വന്നിരുന്നിട്ട് ശീലാവതിയെന്ന് നീട്ടി വിളിച്ചാ ഞാൻ എങ്ങനെ ഭക്ഷണം വിളമ്പും മാഡം? തിന്നാൻ നേരമാവുന്നതിന് മുമ്പ് പറയും. ശീലാവതി ഇപ്പൊ പോ. പുതിയ ഏതാണ്ട് കറക്ക് കമ്പനിയായിട്ടുള്ള വരവാ. മട്ട് കണ്ടാൽ അറിയാം. ആ, എന്തായി മോളെ? ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചാകെ പുകഞ്ഞു നിൽക്കുക. കൂൾ ഡൗൺ മൈ ഡിയർ ജലജകുമാരി. ഇനി എന്തിനാ ടെൻഷൻ? ഈ മതികല അവതരിച്ചില്ലേ? നീ കാര്യം പറ. അവിടുത്തെ കാര്യങ്ങൾ എന്തായി? കഥയിൽ മതികലയുടെ റീ എൻട്രി കലക്കി.
ഹോസ്പിറ്റൽ, കുട്ടിമണി, അവളുടെ പുതിയ ബന്ധുക്കൾ, പണമുണ്ടാക്കാനായി നായകന്റെ നെട്ടോട്ടം, ഹൈ സെന്റിമെന്റ്സ്, പിന്നെ പോലീസ് എത്തിയതോടെ ആക്ഷൻ സീക്വൻസ്. കണ്ണീരും ചോരയും ഒലിപ്പിച്ച് പോലീസ് പിടിയിലായ നായകന്റെ മുൻപിൽ പഴയ വില്ലത്തിയുടെ പുതിയ ഇൻട്രൊഡക്ഷൻ. എനിക്കിതൊന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ഡോണ്ട് വറി മോം, ഇനിയുള്ള സീനുകളിൽ നമ്മൾ ഒരുമിച്ചല്ലേ. ആ പിന്നെ അവിടെ കളം റെഡിയല്ലേ? മിസ്റ്റർ മാണിക്യമംഗലത്ത് മഹാദേവൻ തമ്പിയെ അവിടുന്ന് പുകച്ചു പുറത്തു ചാടിച്ചോ? എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ ആ ചന്ദ്രുവിനെ അന്വേഷിച്ചു പോയിരിക്കുക. ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. എന്തായാലും 3-4 ദിവസത്തേക്ക് നമ്മൾ സേഫാ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് സ്ഥിരമായൊരു സേഫ്റ്റിക്കുള്ള വഴി. സ്ഥിരമായ സേഫ്റ്റിയോ? ഒക്കെ പറയാം. അതെ, ഇവിടെ പൊട്ടിമണിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ഫോർമാലിറ്റീസ് നടക്കുക. ഞാൻ അവളെ കൊണ്ട് നേരെ അങ്ങ് വരും. ധൈര്യമായിട്ട് പോരെ, ഇവിടെ എല്ലാം റെഡിയാ. ശരി. അപ്പൊ വരുന്നുണ്ട് അസുരവിത്ത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഡോക്ടർ കുട്ടിമണി ഡിസ്ചാർജ് ചെയ്തോ? കുട്ടിമണി അല്ല, ഗംഗ. അല്ല ഡോക്ടർ, അവള് കുട്ടിമണി തന്നെയാ. കുട്ടിമണിയുടെ സിസ്റ്ററിലോ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന അനിതയോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ഡോക്ടർ സൂപ്രണ്ട് വിളിക്കുന്നു പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റിയത്. ഈ വന്നിരിക്കുന്നൊരു വെറും ഫ്രോഡാ. അവര് പറയുന്ന ഗംഗയല്ലേ കുട്ടി. അത് കാർത്തികയാണോ തീരുമാനിക്കുന്നത്? ഞാനൊരു ഡോക്ടറാ, എനിക്കറിയാം ഏതാ ശരി ഏതാ തെറ്റെന്നൊക്കെ. ഡോക്ടർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മട്ടാഞ്ചേരിയിലെ ജ്യൂസ് സ്ട്രീറ്റിൽ അവര് താമസം എന്ന് പറഞ്ഞപ്പോ റൊസാരി അങ്കിളിനെ അറിയാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ റൊസാരിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോ അനിതയ്ക്ക് അയാളെ മനസ്സിലായെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെന്താ പ്രശ്നം? അല്ല ഡോക്ടറെ, അങ്ങനെ ഒരാളില്ല. അവര് ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോ അതിനു പിന്നിലുള്ള സ്റ്റാച്യു ലൈൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെ ഒരു ലൈൻ ഇല്ല. കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന ആ റൊസാരി എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇല്ലാത്ത ആളെ അവര് തിരിച്ചറിഞ്ഞത് അഭിനയിച്ചു. റൊസാരിയങ്ങളുടെ കയ്യിൽ നിന്ന് അവള് മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു മുഴുവൻ നുണയാ. കുട്ടിമണിയെ ഡിസ്ചാർജ് ചെയ്യരുത് ഡോക്ടർ. അല്ല, അത് പിന്നെ ചിലപ്പോ അവിടെ അങ്ങനെ ഒരു ലൈനും റൊസാരി അങ്കിളും ഉണ്ടായിക്കൂടെ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർക്ക് വിശ്വാസമായില്ലേ? വെറുതെ ഇരി കാർത്തിക, എല്ലാ കാര്യങ്ങളും മനഃശാസ്ത്രപരമായി നോക്കുന്നതിന്റെ കുഴപ്പമായത്. ഓഹോ, സംതിങ് ഈസ് റോങ്. ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറി. അത് എന്തായാലും അവര് ക്യാഷ് അടിച്ച സ്ഥിതിക്ക് നമുക്ക് വിട്ടല്ലേ പറ്റൂ. ഇതൊന്നും അല്ലല്ലോ ഡോക്ടർ മുമ്പേ പറഞ്ഞത്. പോലീസിനെ വിളിക്കുന്നല്ലേ? നെഞ്ചുരുകി ആ മനസ്സിജൻ ചോദിച്ച ചോദ്യം തന്നെ ഇപ്പൊ എനിക്കും ചോദിക്കാനുള്ളത്. എത്ര കിട്ടി ഡോക്ടറെ? സൂപ്രണ്ട് എന്നെ വിളിക്കുന്നു ഡോക്ടർ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. എന്നെ അവിടുന്ന് അകറ്റിയിട്ടാവും നിങ്ങൾ തമ്മിൽ ഡീൽ ഉറപ്പിച്ചത് അല്ലേ? നിങ്ങൾ കുട്ടിമണിയെ ആ ഫ്രോഡുകളോടൊപ്പം പറഞ്ഞുവിടാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നടന്നത് മുഴുവൻ ഞാൻ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ പോവാ. വിത്തിൻ സെക്കൻഡ്സ് അവരിവിടുന്ന് അവളെ എങ്ങും കൊണ്ടുപോവില്ല. നോക്കിക്കോ. അയ്യോ, എന്റെ മോള്.
ആ മഹാപാപി കാണിച്ചത് വലിയ ചതിയാ സുഭദ്ര. ഓ ഒന്ന് പതുക്കെ, കുഞ്ഞിനെ ഞാനൊന്ന് ഉറക്കട്ടെ. എന്തിയെ വീട്ടു സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ? കൊണ്ടുപോയ സഞ്ചി എവിടെ? സഞ്ചി ഭദ്രായിട്ട് എന്റെ കയ്യിലുണ്ട്. അല്ലേ ആ പൂക്കോടി സാധനങ്ങളൊന്നും തന്നില്ലേ? തന്നില്ലെങ്കിൽ മുഖത്ത് നോക്കി നല്ല ചീത്ത വിളിക്കണമെന്ന് പറഞ്ഞല്ലേ ഞാൻ വിട്ടത്. അകത്തോട്ട് കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാത്ത എന്തായിരുന്നു? നമ്മുടെ ബാലന്റെ കടയാ അത്. പൂക്കോടിക്ക് ഒരു അവകാശവും ഇല്ല അവിടെ. നമ്മുടെ കൂടെ നിൽക്കാന്ന് സീതയും പറഞ്ഞതല്ലേ. ബാലന്റെ ഭാര്യ കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാ ആ സാമദ്രോഹിയെ പേടിക്കുന്നത്? നിന്റെ ചോദ്യങ്ങളൊക്കെ തീർന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും കൂടി ഉത്തരം പറയാം. തീർന്നിട്ടൊന്നുമില്ല, നിങ്ങൾ പറ. നീ പറഞ്ഞതുപോലെ ഞാൻ അവിടെ അവകാശം സ്ഥാപിച്ചിട്ട് നമുക്ക് വേണ്ടതെല്ലാം എടുത്തോണ്ട് വരാമായിരുന്നു. പക്ഷേ എടുക്കാൻ അവിടെ എന്തെങ്കിലും വേണ്ടേ? ആട് കിടന്നിടത്ത് ഒരു രോമം പോലും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഉണ്ട്, കുറച്ച് രോമം അവിടെ ബാക്കിയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. എന്റെ സുഭദ്രേ, ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ? നല്ല അന്തസ്സായിട്ട് നമ്മുടെ ബാലൻ നടത്തിക്കൊണ്ടിരുന്ന ആ കടയിലെ സകലമാന സാധനങ്ങളും ആ മഹാപാപി പൂക്കൊടി വിറ്റ് തീർത്തു. അയ്യോ, അത് നല്ല കാര്യമല്ലേ? കച്ചവടം കുറഞ്ഞു വരുവാണെന്നല്ലായിരുന്നോ ബാലന്റെ പരാതി? എല്ലാം വിറ്റ് തീർന്നെങ്കിൽ അതിന്റെ അർത്ഥം പൂക്കോടി കച്ചവടത്തിൽ മിടുക്കാനാണെന്നല്ലേ? എന്റെ സുഭദ്രേ, അയാൾ വിറ്റു എന്നുള്ളത് നേരാ. പക്ഷെ പകരമൊന്നും വാങ്ങി വെച്ചിട്ടില്ല. ഇപ്പൊ ആ കടയിലുള്ളത് ഒരു ചാക്ക് കല്ലുപ്പും കുറെ പഴയ ചാക്കുകളുമാ. ആ സാധനങ്ങളൊക്കെ വിറ്റ് അയാൾ ദീപാവലി കുളിച്ചു. അത് മാത്രമോ, തൊട്ടപ്പുറത്തെ കടയിലെ പയ്യൻ പറഞ്ഞത് ചീട്ടുകളിക്കാർക്കും മദ്യപാനികൾക്കും പൂക്കോടി ആ കട വാടകയ്ക്ക് കൊടുക്കുന്നു എന്നാ. ഇനിയിപ്പോ ബാലന് കടയുണ്ടെന്ന് പറയണ്ട. ബാലനൊരു മുറിയും ഒരു ചാക്ക് ഉപ്പും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സീതയും നിങ്ങളും പുറത്തുപോയി ഞാൻ ഒറ്റയ്ക്കായപ്പോ മുതല് ഓരോന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഈ വിശേഷം കൂടി ആയപ്പോ പൂർത്തിയായി. നിനക്ക് വിഷമിക്കാൻ വേറെ എന്ത് കാര്യമാണ് ഇപ്പോൾ ഉള്ളത്? സീതയും കുഞ്ഞുമണിയും തിരിച്ചു വന്നില്ലേ? ബാലന് ഭേദപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇനി കുട്ടിമണിയുടെ അസുഖമോർത്ത സങ്കടമെങ്കിൽ അതും വേണ്ട. ജാതകവശാൽ ചില്ലറ അരിഷ്ടതകളൊക്കെ അവൾക്കുണ്ടെങ്കിലും അവൾക്ക് വരാനിരിക്കുന്നത് രാജയോഗം. അതിനു മുമ്പുള്ള ചില തടസ്സങ്ങളാ ഇതൊക്കെ. എല്ലാം മാറി അവൾ മിടുമിടുക്കിയായിട്ട് തിരിച്ചു വരും. ഇതൊന്നുമല്ല എന്റെ പേടി. ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകാൻ വേണ്ടിയാ ഞാൻ മനസ്സിനെ നിർബന്ധിച്ച് കുഞ്ഞിനെ ഇവിടെ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പം ബാലനത് ഇഷ്ടാവോ? നല്ല മനസ്സോടെ അവൻ കുട്ടിമണിക്ക് കൊടുത്ത കുഞ്ഞിനെയല്ലേ ഞാൻ പിടിച്ചു പറിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും ഇപ്പം ആലോചിച്ചിട്ട് വിഷമിക്കണ്ട. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. തൽക്കാലം നല്ലത് വരുത്തണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാം നന്നായി വരും. അല്ല, കുട്ടിമണിയുടെ രാജയോഗത്തെക്കുറിച്ച് ആരാ പറഞ്ഞത്? ആ, അങ്ങനെ ഒന്ന് വരുന്നുണ്ട്. പറഞ്ഞത് ബിർജുൽസിനല്ല, ഒരു സാത്വിക ബ്രാഹ്മണനാണ്. തുകലശ്ശേരി ദാമോദരൻ നമ്പൂതിരിപ്പാട്. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ആ ദിവ്യന്റെ നാവ് പൊന്നാകട്ടെ. ഇവരെന്താ ഇറങ്ങാത്തത്? സമയം പോകുന്നല്ലോ. ഡോക്ടർക്ക് എന്താ വല്ല ടെൻഷനും ഉണ്ടോ? ടെൻഷനോ? ഏയ്, ഞങ്ങൾ ഇറങ്ങുവാ ഡോക്ടർ. അല്ല, ഗംഗ എന്തിയേ? ആഹാ, സുന്ദരിയായല്ലോ. ഞാൻ പണ്ടേ ചുന്നരിയാ. അല്ല സുന്ദരിയാ. ഇനി വൈകണ്ട, നിങ്ങൾ ചെല്ലും. വാരാവില്ല, നമുക്ക് പോവാം. വാ വാ. അല്ല, ഞാനെന്തിനാ വരുന്നേ?
കുട്ടിയുടെ ബന്ധുക്കളൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ആ പറ്റില്ല പറ്റില്ല, എന്റെ കൂടെ വരണ പറ്റുമല്ലോ. വാ 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 വാ. ആ എന്തിനാ ഗംഗെ നമുക്കൊപ്പം അന്യനായ ഒരാള്? ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ആ ഇല്ലില്ല, ഈ രാഹുലിന് വന്നാലേ ഞാൻ വരൂ. വഴക്കുണ്ടാക്കല്ലേ ഗംഗെ, വാ നമുക്ക് പോവാം. ഇല്ല 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 ഇല്ല. തൽക്കാലം ഇയാളെയും കൂടി കൊണ്ടുപോ. ഈ കുട്ടിയോട് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇയാൾക്കാ. അങ്ങനെയാണോ? അതെ, പ്ലീസ് നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്നാ മിസ്റ്റർ രാഹുലിനും കൂടെ വന്നോളൂ. അയ്യോ, ചോയ, വാ വാ വാ. കൂടെ വാ. വാ വാ വാ. എന്റെ കൂടെ വാ. അപ്പൊ പിന്നെ വരട്ടെ ഡോക്ടറെ. എന്റെ കുഞ്ഞ്. എല്ലാം ശരിയാവും. കൈമാറ്റം പൂർത്തിയായല്ലേ? നിങ്ങൾക്കുണ്ടല്ലോ ഒരു കുഞ്ഞ്, അതിനെ നിങ്ങൾ ഇങ്ങനെ വിൽക്കുവോ? തടയാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ശ്രമിച്ചു, പക്ഷേ മാനേജ്മെന്റിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങളോടുള്ള എന്റെ പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ട് ഞാൻ നുണ പറയുകയാണെന്ന് അല്ലേ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും കാർത്തിക് അത് മനസ്സിലാവില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. വേണ്ട, ഇനി സംസാരം ഒന്നുമില്ല. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇവിടുന്ന് പോകേണ്ടത് ഞാനാ. എന്റെ പ്രൊഫഷന്റെ അന്തസ്സിനും മാന്യതയ്ക്കും ഞാൻ കളങ്കം ചേർത്തി. ഇനി ഈ ജോലിയെ തുടരാൻ എനിക്ക് അർഹതയില്ല. എന്നേക്കുമായി ഞാൻ ഈ പ്രൊഫഷനോട് ഗുഡ് ബൈ പറയുമോ?